നമസ്കാരം, ലാവൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി സ്പെഷ്യൽ കോഴിക്കാലാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കപ്പ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു സൈസിലുള്ള കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈസ് വളരെ ചെറുതാവാൻ പാടില്ല, കാരണം കോഴിക്കാൽ എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതുപോലെ കപ്പ ഞാൻ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണിൽ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ആവി കയറട്ടെ. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കപ്പയൊക്കെ വെള്ളമൊക്കെ ഊറ്റി തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കാണാറില്ലേ, ആ ഒരു സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു അളവിൽ ഈ നല്ല നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലിയ പാത്രം എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പുട്ടുപൊടിയാണ്. അതിലേക്ക് പിന്നെ വേണ്ടത് കടലപ്പൊടി. അത് 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കായപ്പൊടി ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു വലിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കപ്പയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് പൊട്ടാതെ കിട്ടും. അപ്പോൾ വലിയ പാത്രം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ടില്ലേ, ആ ഒരു സമയത്ത് കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. അപ്പോൾ ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ കുറച്ചായിട്ട് നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു പാകം വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പോ മുളകോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മരച്ചീനി അല്ലെങ്കിൽ കപ്പി ഇട്ട് കൊടുക്കുക. കപ്പിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടാതെ മിക്സ് ചെയ്തെടുക്കുക. അധികം ബലം കൊടുത്ത് മിക്സ് ചെയ്യരുത്, ആ കപ്പ പൊട്ടിപ്പോവും. അങ്ങനെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് എണ്ണയിലേക്ക് ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഉള്ളംകൈയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വേണം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കപ്പ കുറച്ച് മുകൾ ഭാഗത്തേക്കും കുറച്ച് കപ്പ താഴ്ഭാഗത്തേക്കും ഇരിക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതാ ഉണ്ടാക്കാൻ പോവാണ്. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കോഴിക്കാൽ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് കോഴിക്കാൽ എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ തലശ്ശേരിയിലൊക്കെ എല്ലാ ചായക്കടകളിലും ഉണ്ടാകുന്നൊരു പലഹാരമാണിത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഷേപ്പ് ജസ്റ്റ് കോഴീൻ്റെ കാല് പോലെ ഉണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും മുന്നേ ഉള്ളവർ കോഴിക്കാൽ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിരുന്നില്ലേ കപ്പ, അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കപ്പ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പൊട്ടിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് 2 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് മുറിച്ച് കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വറുത്ത് കോരാം. കണ്ടില്ലേ, നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല കറുമുറാന്നിരിക്കും. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മൾ ആദ്യം കടലപ്പൊടിയും ഈ നമ്മുടെ അരിപ്പൊടിയൊക്കെ ഇട്ടില്ലേ, ആ ഒരു സമയത്ത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ റവയുണ്ടല്ലോ, വറുത്ത റവ, അതും കൂടി ചേർക്കാവുന്നതാണ്. നല്ല കറുമുറാന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റവയും അരിപ്പൊടിയൊക്കെ ചേർക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ചേർത്തില്ലേ, ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല, സാധാരണ മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.